ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. റിയാലിറ്റിയിൽ നമ്മൾ ഈ ഫിസിക്കൽ ബോഡി സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ അവയർനെസ്സിന് ബോധത്തിന് എക്സ്പാൻഡ് ചെയ്യാന്ന് പറയാം. ഇവിടെ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? നമ്മളൊരു സങ്കല്പം ഉണ്ടല്ലോ, ഒരു ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു കോസ്മിക് എനർജീനെ നമ്മളൊരു സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ ഒരു ചിന്തിക്കും നമ്മളതിനെക്കുറിച്ച്. ആ ചിന്തയിലൂടെ നമ്മളിങ്ങനെ ഹീലിംഗ് ഇങ്ങനെ നമ്മൾ സങ്കല്പത്തിലൂടെ ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ബോഡി വിട്ടിട്ട് നമ്മൾ ഒരു ഫിസിക്കൽ ബോഡി എന്ന് പറയുന്ന ഒരു സ്ഥൂല ശരീരം അത് വിട്ടിട്ട് നമ്മളൊരു സൂക്ഷ്മതലത്തിലേക്ക് ഇങ്ങനെ നമ്മളെ ഒരു ബോധത്തിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സ് പോലെയാണ്. അപ്പോൾ അതിന് ഒരു എബിലിറ്റി ഉണ്ട്. നമ്മളെ ഓറേനെയോ അല്ലെങ്കിൽ നമ്മളെ എനർജീനെയോ ഒക്കെ ക്ലെൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് നമ്മളെ പാസ്റ്റിലുള്ള പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തൊട്ട് എല്ലാ പ്രശ്നങ്ങളെയും ക്ലെൻസ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ് റിലാക്സ് ആവും. അത് സൂക്ഷ്മതലത്തിൽ ചെയ്യുമ്പോൾ അത് സ്ഥൂല ശരീരത്തിനെയും കൂടി പെട്ടെന്ന് ക്ലെൻസ് ചെയ്യിക്കും. അത് സ്ഥൂലത്തിനേക്കാൾ വലുതാണ് സൂക്ഷ്മം. അപ്പോൾ അതിനെ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലുള്ള ചെറിയ രോഗങ്ങളും വലിയ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിൾ പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഒരു മെഡിറ്റേഷൻ രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഒരു കനം വരിക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കണ്ടാൽ അതെങ്ങനെയാണ്, ആ മെത്തേഡ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ അത് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലൊന്നും എടുക്കേണ്ട. നമ്മളൊരു